ഹമാസ് ഭീകരരുടെ ചിത്രങ്ങളുമായി പാലക്കാട് തൃത്താലയിൽ പള്ളി ഉറൂസ്. ഭീകരരുടെ ചിത്രങ്ങൾ ഏന്തിയാണ് ഉറൂസിന്റെ ഭാഗമായി ആന എഴുന്നള്ളത്ത് നടന്നത്. ഇസ്രായേൽ തുടച്ചു നീക്കിയ ഹമാസ് തലവന്മാരായിരുന്ന ഇസ്മയിൽ ഹനിയ, യഹിയ സിൽവർ എന്നിവരുടെ ചിത്രങ്ങളാണ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത്. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് അവിടെ ഉള്ളവർ, ഇതിനുള്ളിലുള്ളവർ തന്നെ വിമർശിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ ഇതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായി, അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുമില്ല. വിവരങ്ങൾ എന്താണ്? കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന പാലക്കാട് തൃത്താല പള്ളിയിലെ ഉറൂസിലാണ് ഇത്തരത്തിൽ ഹമാസ് ഭീകരവാദികളുടെ ചിത്രം ഉയർത്തിയത്. ആനപ്പുറത്താണ് ഈ ഭീകരവാദികളുടെ ചിത്രം എഴുന്നള്ളിച്ചത്. തറവാടി തെക്കേ ഭാഗം, മിന്നൽപ്പട തെക്കേ ഭാഗം എന്ന ടീമാണ് തീവ്രവാദികളുടെ ചിത്രം ഉയർത്തിയത്. ഹമാസ് ഭീകരവാദികളായ ഇസ്മയിൽ ഹനിയെ, അതുപോലെ തന്നെ യഹിയ സിൻവാർ എന്നിവരുടെ ചിത്രങ്ങളാണ് ഇവർ ഈ ആനപ്പുറത്ത് ഉയർത്തിയത്. 2015 യുണൈറ്റഡ് സ്റ്റേറ്റ് അന്താരാഷ്ട്ര ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് ഈ യഹിയ സിൻവറിനെ. അതുപോലെ തന്നെ 2018 ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് ഇസ്മയിൽ ഹനിയെ. അവരെ അത്തരത്തിലുള്ള കൊടും ക്രിമിനലുകളുടെ ചിത്രമാണ് ഈ പള്ളി നേർച്ചയോട് അനുബന്ധിച്ചുള്ള എഴുന്നള്ളത്തിൽ ഉയർത്തിയത് എന്നുള്ളതാണ്. ഏതായാലും ഈ പരിപാടിയുടെ ആദ്യം തൊട്ട് അവസാനം വരെയും ഈ തീവ്രവാദികളുടെ ചിത്രം ഉയർത്തിക്കൊണ്ടായിരുന്നു പരിപാടി നടന്നത്. പക്ഷേ പോലീസ് ഇത് മാറ്റണമെന്നോ അല്ലെങ്കിൽ ഇത് നീക്കം ചെയ്യണമെന്നോ ഒന്നും ഒരിടത്തും പറയുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും ഇപ്പോൾ ഇത് ഈ ചിത്രങ്ങൾ നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൽ തന്നെ ഒരു വിഭാഗം പരസ്യമായി ഇതിനെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ആരാണ് ഇത്തരം ചിത്രങ്ങൾ ഉയർത്തുന്നതിന് അനുമതി നൽകിയത് എന്നുൾപ്പെടെ വലിയ വിമർശനം വിഷയത്തിൽ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസിന് എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് കൂടെ അറിയേണ്ടതുണ്ട്. ഓക്കെ, ശരി അരുൺ, അത് വളരെ പ്രധാനമാണ്. പോലീസിന് ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതും പ്രധാനമാണ്.